ഇന്ത്യൻ പ്രതിരോധത്തെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. എന്നാൽ ഇന്ത്യയിൽ പ്രതിരോധത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് പ്രതിരോധ വകുപ്പാണ്. പ്രതിരോധ വകുപ്പിന് വേണ്ടി പ്രതിരോധ മന്ത്രിയാണ് ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ തേർഡ് ലാർജസ്റ്റ് സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ഇന്ത്യയിൽ പ്രതിരോധത്തിന്റെ ഭരണ ചുമതല നിർവഹിക്കുന്ന പ്രതിരോധ വകുപ്പാണ്. ഈ പ്രതിരോധ വകുപ്പിന് വേണ്ടി നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രിമാർ ആരെല്ലാം എന്നതാണ് ഇന്ന് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രിമാരാണ് ഒന്ന് ബൽദേവ് സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ബൽദേവ് സിംഗ്. അപ്പൊ പിന്നെ അടുത്തൊരു ഫേമസ് ആയ ആളാണ് വി കെ കൃഷ്ണമേനോൻ എന്ന് പറയുന്നത് ആദ്യത്തെ മലയാളിയായ പ്രതിരോധ മന്ത്രിയാണ് വി കെ കൃഷ്ണമേനോൻ. മാത്രമല്ല ഇൻഡോ ചൈന വാർ നടക്കുന്ന സമയത്ത് പ്രതിരോധ മന്ത്രിയും വി കെ കൃഷ്ണമേനോൻ ആയിരുന്നു. 1962 ഇൻഡോ ചൈന വാർ നടന്നത്. അന്നാണ് ആദ്യമായി ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അന്നത്തെ എമർജൻസി ഡിക്ലെയർ ചെയ്തത് രാധാകൃഷ്ണനാണ്. ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് അന്നത്തെ എമർജൻസി ഡിക്ലെയർ ചെയ്ത പ്രസിഡന്റ്. അപ്പോൾ വി കെ കൃഷ്ണമേനോൻ ആദ്യത്തെ മലയാളിയായ രാഷ്ട്രപതിയാണ്. ഇൻഡോ ചൈന യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രിയാണ്. 1962 ഇൻഡോ ചൈന യുദ്ധം നടന്നത്. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ കെ രാധാകൃഷ്ണൻ. അതിനുശേഷം നടന്ന പ്രമുഖമായ ഒരു യുദ്ധമായിരുന്നു 1965 ഇൻഡോ പാക് യുദ്ധം. 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു വൈ ബി ചവാൻ. സോ അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള പ്രതിരോധ മന്ത്രിയാണ് വൈ ബി ചവാൻ. 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു വൈ ബി ചവാൻ. അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള പ്രതിരോധ മന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. വനിതയായ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആദ്യമേ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രതിരോധ മന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. അവർ ആദ്യമേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 1970 ഫെബ്രുവരി 28 നമ്മുടെ മുൻ ചർച്ചകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിരോധ മന്ത്രിയായ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള പ്രതിരോധ മന്ത്രിയാണ് ജഗ്ജീവൻ റാം. കാരണം 1965 ഇൻഡോ പാക് യുദ്ധത്തിന് ശേഷം പിന്നീട് നടന്നൊരു ഫേമസ് യുദ്ധമാണ് 1971 ഇൻഡോ പാക് യുദ്ധം. 1971 ഇൻഡോ പാക് യുദ്ധം അത് ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കമായിരുന്നു ഇൻഡോ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത്. 1971 ഇൻഡോ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത്. 1971 ഇൻഡോ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ജഗ്ജീവൻ റാം. അടുത്തൊരു പ്രതിരോധ മന്ത്രിയാണ് ജോർജ് ഫെർണാണ്ടസ്. നമ്മുടെ കാർഗിൽ യുദ്ധം 1998 കാർഗിൽ യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രിയാണ് ജോർജ് ഫെർണാണ്ടസ്. മറ്റൊരു ഫേമസ് ആയാണ് എ കെ ആന്റണി. മലയാളിയായ സെക്കൻഡ് മലയാളി എന്ന് പറയുന്നതും എ കെ ആന്റണിയാണ്. എ കെ ആന്റണിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഏറ്റവും അധികം കാലം പ്രതിരോധ മന്ത്രി ആയിരുന്ന വ്യക്തിയാണ് എ കെ ആന്റണി. സോ ആദ്യത്തെ മലയാളി നമുക്കറിയാം അത് വി കെ കൃഷ്ണമേനോനാണ്. എന്നാൽ രണ്ടാമത്തെ മലയാളി എ കെ ആന്റണിയാണ്. എ കെ ആന്റണിയുടെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തി എ കെ ആന്റണിയാണ്. നിർമ്മല സീതാരാമൻ വനിതയായ രണ്ടാമത്തെ പ്രതിരോധ മന്ത്രിയാണ്. നിർമ്മല സീതാരാമൻ വനിതയായ രണ്ടാമത്തെ പ്രതിരോധ മന്ത്രിയാണ്. അവരുടെ മറ്റൊരു പ്രത്യേകത ഒരു മുഴുവൻ സമയ വനിതാ പ്രതിരോധ മന്ത്രി. ആദ്യത്തെ മുഴുവൻ സമയ ഫസ്റ്റ് ഫുൾ ടൈം മുഴുവൻ സമയ വനിതാ പ്രതിരോധ മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ. ഫസ്റ്റ് മുഴുവൻ സമയ വനിതാ പ്രതിരോധ മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ. നാഷണൽ ഡിഫൻസ് ഡേ എന്നാണ് ദേശീയ പ്രതിരോധ ദിനം. നാഷണൽ ഡിഫൻസ് ഡേ എന്നുള്ളത് മാർച്ച് 3 നാഷണൽ ഡിഫൻസ് ഡേ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത ദിവസം മാർച്ച് 4 അതാണ് നാഷണൽ സെക്യൂരിറ്റി ഡേ. അപ്പോൾ നാഷണൽ ഡിഫൻസ് ഡേ മാർച്ച് 3, നാഷണൽ സെക്യൂരിറ്റി ഡേ മാർച്ച് 4. അടുത്തൊരു ഫേമസ് ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. ഇന്ത്യയുടെ കാർഗിൽ വിജയത്തിന്റെ സ്മരണാർത്ഥം ആചരിക്കുന്ന ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇൻഫാൻട്രി ഡേ. ഒക്ടോബർ 27 ഇൻഫാൻട്രി ഡേ. അതേപോലെ ടെറിട്ടോറിയൽ ആർമി ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 9 ടെറിട്ടോറിയൽ ആർമി ഡേ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദിവസം ദേശീയ കരസേനാ ദിനം ജാനുവരി 15. ജാനുവരി 15 പ്രത്യേകത മുന്നോട്ടുള്ള സമയത്ത് പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട 5 ദിവസങ്ങൾ ഓർക്കുക.
ഇന്ത്യയുടെ നാഷണൽ ഡിഫൻസ് ഡേ മാർച്ച് 3 നാഷണൽ സെക്യൂരിറ്റി ഡേ മാർച്ച് 4 കാർഗിൽ വിജയ ദിവസ് ജൂലൈ 26 ഇൻഫാൻട്രി ഡേ ഒക്ടോബർ 27 ടെറിട്ടോറിയൽ ആർമി ഡേ ഒക്ടോബർ 9 ടെറിട്ടോറിയൽ ആർമി ഡേ. ഇൻഫാൻട്രി ഡേ ഒക്ടോബർ 27 കരസേനാ ദിനം ജാനുവരി 15 ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രതിരോധ മന്ത്രാലയമാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രധാനമായും 3 ഭാഗങ്ങൾ അടങ്ങുന്നതാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, 2 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈസ്, 3 എന്ന് പറയുന്നത് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സോ 3 പാർട്ട് അടങ്ങുന്നതാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, 2 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈസ്, 3 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ DDRD എന്നറിയപ്പെടുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടയിൽ വരുന്ന സ്ഥാപനമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ. അതാണ് DRDOയുടെ ഫുൾ ഫോം. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ 1958 രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിനിടയിലാണ് DRDO നിലവിൽ വന്നത്. 1958 രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിനിടയിൽ നിലവിൽ വന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഡൽഹിയാണ്. ഈ DRDOയുടെ ഡയറക്ടറായ ആദ്യത്തെ വനിതയാണ് R. മഞ്ജുള. ഈ DRDOയ്ക്ക് കീഴിൽ വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് DRDOയുടെ കീഴിൽ വരുന്നത്. ഒന്ന് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്. എല്ലാത്തിനും ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നുള്ളതാണ് തുടക്കം. അപ്പോൾ ഒന്നാമത്തെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്, രണ്ടാമത്തത് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, മൂന്നാമത്തത് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. സോ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്, അഡ്വാൻസ്ഡ് ടെക്നോളജി, സൈക്കോളജിക്കൽ റിസർച്ച്. ഇതിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് എന്ന് പറയുന്ന ലേയിൽ സ്ഥിതി ചെയ്യുന്നു, അഡ്വാൻസ്ഡ് ടെക്നോളജി പൂനെയിൽ സ്ഥിതി ചെയ്യുന്നു, സൈക്കോളജിക്കൽ റിസർച്ച് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. സോ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നുള്ളത് കോമൺ ആണ്. DRDOയുടെ കീഴിൽ വരുന്ന 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നുള്ളത് കോമൺ ആണ്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ഈ 3 സ്ഥാപനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക്, ഫസ്റ്റ് ഡിഫൻസ് പാർക്ക് എന്ന് പറയുന്നത് ഒറ്റപ്പാലത്താണ്. നമ്മുടെ കേരളത്തിനകത്താണ്, ഒറ്റപ്പാലത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഏവിയേഷൻ പാർക്ക് അതിപ്പോ സെറ്റപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഗുജറാത്തിലാണ് ഫസ്റ്റ് ഏവിയേഷൻ പാർക്ക് വരാൻ പോകുന്നത്. ഫസ്റ്റ് ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്തും ഫസ്റ്റ് ഏവിയേഷൻ പാർക്ക് ഗുജറാത്തിലും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഉണ്ട്. ഫസ്റ്റ് ഏവിയേഷൻ പാർക്ക് നമുക്ക് ഗുജറാത്തിലാണ് വരുന്നതെന്ന് അറിയാം. ഫസ്റ്റ് ഏവിയേഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയാണ്. അത് അമേഠിയിലാണ് ഇരിക്കുന്നത്. അമേഠിയുടെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പഴയ മണ്ഡലമായിരുന്നു. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി അമേഠിയിലാണ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി. പേര് ശ്രദ്ധിക്കണം, ഏവിയേഷൻ യൂണിവേഴ്സിറ്റി. ഏവിയേഷൻ പാർക്ക് ഗുജറാത്തിലാണ്, ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കര, വ്യോമ, നാവിക സേനകളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. കര, വ്യോമ, നാവിക സേനകളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. 2001 ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് നിലവിൽ വന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുമ്പ് ഇതിന്റെ പേര് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ അത് ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേരെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നായിരുന്നു. ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 2002 പേര് മാറ്റം വന്നിരിക്കുന്നത്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒന്നുമില്ല. എന്താണ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കര, വ്യോമ, നാവിക സേനകളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. 2001 ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കറന്റ് ചീഫ് സതീഷ് ധുവയാണ് കറന്റ് ചീഫ്. ലെഫ്റ്റനന്റ് സതീഷ് ധുവയാണ് ഇപ്പോഴത്തെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ്. അപ്പോൾ എന്താണ്? കര, വ്യോമ, നാവിക സേനകളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. 2001 ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വന്നിരിക്കുന്നത്. അതിന്റെ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര് ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നാണ്. കറന്റ് ചീഫ് സതീഷ് ധുവ.
ഇനി മറ്റൊരു കമ്മിറ്റിയാണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ഡിഫൻസ് സ്ഥാപനങ്ങളുടെ ചീഫുമാരുടെ ഒരു കമ്മിറ്റിയാണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. COSC എന്ന് പറയും, ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. അത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉണ്ട്, ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ഉണ്ട്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും ഉണ്ട്. അങ്ങനെ 4 ചീഫുമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി. ഇതിൽ ഈ ചെയർമാനെ നിശ്ചയിക്കുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറെയാണ് ഇതിന്റെ ചെയർമാനായി എപ്പോഴും നിയമിക്കുന്നത്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറെയാണ് ഇതിന്റെ ചെയർമാനായി നിയമിക്കുന്നത്. അപ്പോൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് നേവി സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ്, ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എന്നിവ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് COSC. ഇന്ത്യയിലെ എല്ലാ ആർമി സെന്ററുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന്റെ പേരാണ് അവാൻ, ആർമി വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആർമി വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്ത്യയിലെ എല്ലാ ആർമി സെന്ററുകളെയും ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ആർമി വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ചർച്ചയിൽ ഉൾക്കൊള്ളിച്ചത്